ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയാണ് പാകിസ്ഥാൻ മേഖലകളിൽ ഇപ്പോൾ സംഭവിക്കുന്ന വെപ്രാളവും വിറളി പിടിച്ചുള്ള ഓട്ടവും. ഇന്ത്യ കൊല്ലാൻ വരുന്നേ തിന്നാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോരയൊഴുക്കും, ഞങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ ഇന്ത്യയുടെ അണക്കെട്ട് തകർക്കും എന്നൊക്കെ ഇവർ പറയുന്നത് അവരുടെ ഭയവും ആശങ്കയും മറച്ചു വയ്ക്കാനാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇന്ത്യ ആവട്ടെ പാകിസ്ഥാൻ എന്ന പദം പോലും ഉപയോഗിക്കാതെ കൃത്യമായ കണക്കുകൂട്ടലോടെ കരുതലോടെ മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പാകിസ്ഥാൻ കൂടി അംഗമായ രക്ഷാസമിതി ഇന്ന് യോഗം ചേരുന്നത്. ഇന്ത്യ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ക്ലോസ്ഡ് മീറ്റിംഗ് ആയിരിക്കും, അതായത് ഈ മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യ പക്ഷെ അതൊന്നും ഗൗരവമായി എടുക്കുന്നേയില്ല. വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും നയതന്ത്ര നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഇന്ത്യ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന് പേടിയും വെപ്രാളവും കൂടി എന്നതിന്റെ മറ്റൊരു തെളിവാണ് തുർക്കിയിൽ നിന്നും ഒരു യുദ്ധക്കപ്പലിനെ കറാച്ചി തീരത്ത് എത്തിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയാണ്. ചൈനയേക്കാൾ വലിയ പിന്തുണയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ 5 കോടി രൂപ സാമ്പത്തിക സഹായം കൊടുത്ത് ദുരിതാശ്വാസ സമയത്ത് സഹായിച്ച തുർക്കി ഇന്ത്യയോട് കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാവാം കറാച്ചിയുടെ തീരത്ത് തുർക്കിയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ TCG ബയൂക്കട നങ്കൂരമിട്ടിരിക്കുന്നത്. ഇതൊന്നും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. കൃത്യമായ സ്ട്രാറ്റജിയോടെ ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ്. കൊടുക്കുന്നത് മർമ്മത്ത് തന്നെയായിരിക്കും എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള യാത്രയാണ്.